നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നാളെയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ചൊവ്വാഴ്ച പുലർച്ചെ 12:30 റൗണ്ട് ഓഫ് 16 ആ തീപ്പൊരി പോരാട്ടമുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ബോക്സ് കയറ്റിയാൽ പണി കിട്ടും എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്പെയിൻ ഉനായി സിമോൺ. നമുക്കറിയാമല്ലോ, ക്രിസ്ത്യാനോ പലപ്പോഴും ബോക്സിലാണ് ഇപ്പോൾ പൊസിഷൻ എടുക്കുന്നത്. അതായത് റൈറ്റ് ടൈമിൽ റൈറ്റ് പോസ്റ്റിൽ എത്തുക, പന്ത് വലയിലേക്ക് എത്തിക്കുക, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് ഒരു 6-7 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനോ എങ്ങനെ കളിച്ചിരുന്നോ അതല്ല ഇപ്പോൾ ക്രിസ്ത്യാനോ. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ ബോക്സ് കയറ്റിയ പണി കിട്ടും, ഒറ്റ ചാൻസ് മതിയാവും, അദ്ദേഹം ഗോളടിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ എന്ന് പറയുകയാണ് ഉനായി സിമോൺ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകുക. അദ്ദേഹം പറയുന്നു, ടുഡേയ്സ് ക്രിസ്ത്യാനോ ഈസ് നോട്ട് ദി സെയിം ആസ് ദി ക്രിസ്ത്യാനോ ഫ്രം 6 to 7 years ago when he was in his prime. ഇന്നത്തെ ക്രിസ്ത്യാനോ 6-7 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനോ എങ്ങനെയായിരുന്നോ അതേ ക്രിസ്ത്യാനോ അല്ല. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈമിലാണ്. ആ പ്രൈമിലുള്ള ക്രിസ്ത്യാനോ ഇപ്പോൾ ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വി നീഡ് ടു കീപ് ഹിം ആസ് ഫാർ അവേ ഫ്രം ദി ബോക്സ് ആസ് പോസിബിൾ. കഴിയാവുന്നത്ര ക്രിസ്ത്യാനോയെ ബോക്സിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തിക്കൊള്ളണം. കാരണം എന്താണെന്നറിയോ, വെൻ ഹി ഗെറ്റ്സ് വൺ ചാൻസ് ഹി സ്കോർസ്. ഒറ്റ ചാൻസ് കിട്ടിയാൽ മതിയും ക്രിസ്ത്യാനോ ഗോളടിക്കും. അതുകൊണ്ട് ക്രിസ്ത്യാനോയെ ബോക്സിൽ നിന്ന് അകറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് സ്പെയിനിൻ്റെ GK ഉനായി സിമോൺ പറയുന്നു. അതാണ് CR7 മികവും കഴിവും. ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം ഓൾറെഡി 3 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഉസ്ബെക്കിനെതിരെ 2 ഗോളുകൾ, പിന്നെ നോക്കൗട്ടിൽ ഗോളില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്നവർക്ക് മറുപടിയായിട്ട് കഴിഞ്ഞ കളിയിൽ ഒരു കിടിലൻ പെനാൽറ്റി ഗോള് ക്രിസ്ത്യാനോ നേടുകയുണ്ടായി. അങ്ങനെ നോക്കൗട്ടിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെയിൻ ഭയക്കണം. അത് വളരെ നന്നായിട്ട് ഉനായി സിമോണിന് അറിയാം. അതാണ് അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യാനോയെ ബോക്സിൽ കയറ്റാതെ നോക്കണമെന്ന്. അതിന് കഴിയോ? ക്രിസ്ത്യാനോയൊക്കെ ബോക്സിൽ നിന്ന് അകറ്റാൻ ആർക്കെങ്കിലും പറ്റുമോ? അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് അങ്ങനെയല്ലേ? കാത്തിരിക്കാൻ നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.